നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് വിഷം നൽകി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി നഴ്സ് കുറ്റക്കാരിയെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 13-10 വയസ്സുള്ള കുട്ടികൾക്ക് കൂടിയ അളവിൽ മരുന്ന് നൽകി യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് ക്രൂരകൃത്യത്തിന് യുവതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ നാട്ടിലുള്ള സഹോദരനോട് യുവതി നടത്തിയ വെളിപ്പെടുത്തലിലാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയായ യുവതിയുടെ 2 മക്കളും നിലവിൽ സർക്കാർ സംരക്ഷണത്തിലാണ്. കൊലപാതക ശ്രമങ്ങളും ജീവൻ അപകടപ്പെടുത്താനോ ഗുരുതരമായ ശാരീരിക ഉപദ്രവം ഉണ്ടാകാനോ ഉദ്ദേശിച്ച് വിഷം നൽകിയതും ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളായിരുന്നു യുവതിയുടെ മേൽ ചുമത്തപ്പെട്ടത്. 16 വർഷം ജയിൽ ശിക്ഷയാണ് കോടതി യുവതിക്ക് വിധിച്ചത്. തേംസ് വാട്ടർ ബില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനായി അനുമതി തേടുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉപഭോക്തൃ ബില്ലുകൾ 59% വർദ്ധിപ്പിക്കണമെന്ന് തേംസ് വാട്ടർ UK കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയോട് അഭ്യർത്ഥിച്ചു. ഇത് കഴിഞ്ഞ വർഷം റെഗുലേറ്റർ ഓഫ് വാട്ട് അംഗീകരിച്ച 35% വർധനവിനെ മറികടന്നു. ആവശ്യമായ നിക്ഷേപങ്ങൾക്കും മെച്ചപ്പെടുത്തലുകൾക്കും ധനസഹായം നൽകാൻ നിലവിലെ തീരുമാനം പര്യാപ്തമല്ലെന്ന് കമ്പനി വാദിക്കുന്നു. CMAയുമായുള്ള അപ്പീൽ പ്രക്രിയയ്ക്ക് മാസങ്ങൾ എടുത്തേക്കാം. കമ്പനി ഏകദേശം £19 ബില്യൺ കടബാധ്യതയാണ് നേരിടുന്നത്. എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. ഏകദേശം 500ഓളം ലോക്കോ പൈലറ്റുമാരാണ് ഫെബ്രുവരി 27, മാർച്ച് 1, 8, 10 തീയതികളിൽ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ശമ്പള വർധനവ് ആവശ്യം അംഗീകരിക്കാത്തതാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ ട്രേഡ് യൂണിയൻ അസ്ലഫ് അറിയിച്ചു. അതേസമയം എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ 4.5% ശമ്പള വർധന നിരസിച്ചതിലും സമരം ചെയ്യാനുള്ള തീരുമാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിലും തനിക്ക് നിരാശയുണ്ടെന്ന് MTRന്റെ മാനേജിംഗ് ഡയറക്ടർ മിക് ബക്ഷ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിച്ച് ജോലി തുടരാൻ ഇരു വിഭാഗത്തെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് ലണ്ടൻ ഗതാഗത വക്താവ് പ്രതികരിച്ചു. ട്രംപിന്റെ വാറ്റ് നികുതി ഭീഷണി UKയെ ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നു. മറ്റ് രാജ്യങ്ങളുടെ വാറ്റ് നിരക്കുകൾക്ക് തുല്യമായി താരിഫ് ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രഖ്യാപനം UKയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. UKയുടെ സ്റ്റാൻഡേർഡ് 20% വാറ്റ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായാണ് US ഭരണകൂടം കാണുന്നത്. UK കയറ്റുമതിയിൽ 21% വരെ പരസ്പര താരിഫ് നടപ്പിലാക്കാൻ US പദ്ധതിയിടുന്നു. ഈ താരിഫുകൾ അടുത്ത 2 വർഷത്തേക്ക് UKയുടെ മൊത്തം GDP ഏകദേശം 0.4% പോയിന്റുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ സാമ്പത്തിക വളർച്ചാ ലക്ഷ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു. ബർമിംഗ്ഹാമിലെ സെന്റ് പാട്രിക്സ് പരേഡ് റദ്ദാക്കിയതായി സംഘാടകർ. ലോകത്തിലെ ഏറ്റവും വലിയ പരിപാടികളിലൊന്നായി ചരിത്രപരമായി കണക്കാക്കപ്പെടുന്ന ഈ പരിപാടി മാർച്ച് 16 ഡിഗ്ബത്തിൽ നടക്കേണ്ടതായിരുന്നു. 80,000 ആളുകൾ വരെ പങ്കെടുത്തിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പരേഡുകളിലൊന്നായിരുന്നു. എത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് വലിയ തോതിലുള്ള പ്ലാനിങ്ങും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ഒരുക്കേണ്ടത്. ഈ കൊല്ലം അത് എത്രത്തോളം സാധിക്കും എന്ന സംശയം നിലനിൽക്കുന്നതുകൊണ്ടാണ് സംഘാടകർ സെന്റ് പാട്രിക്സ് പരേഡ് നടത്താതിരിക്കാൻ തീരുമാനിച്ചത്. ഹീത്രൂ വിമാനത്താവളത്തിൽ സൂട്ട്കേസിൽ നിന്ന് 4 ലക്ഷം പൗണ്ട് കണ്ടെടുത്തു. തുർക്കിയിലേക്കുള്ള വിമാനത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ബുധനാഴ്ച വെസ്റ്റ് ലണ്ടൻ വിമാനത്താവളത്തിൽ വെച്ച് ബോർഡർ ഫോഴ്സ് ജീവനക്കാർ ഓസ്ട്രിയൻ പൗരനെ അറസ്റ്റ് ചെയ്തതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു. ഇയാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തി. സൂട്ട്കേസിലെ പണം കൂടാതെ 10,000 പൗണ്ട് ഇയാളുടെ ബാക്ക്പാക്കിൽ നിന്നും കണ്ടെത്തിയിരുന്നു. സാലറി വർധനവ് ആവശ്യപ്പെട്ട് സ്വിൻഡൻ ആശുപത്രി ജീവനക്കാർ പണിമുടക്കുന്നു. ഗ്രേറ്റ് വെസ്റ്റേൺ ഹോസ്പിറ്റലിൽ സെർക്കോ നിയമിച്ച ക്ലീനർമാർ, പോർട്ടർമാർ, കേറ്ററിംഗ് ജീവനക്കാർ എന്നിവരാണ് പണിമുടക്കുന്നത്. 2022-23 മറ്റ് NHS ജീവനക്കാർക്ക് നൽകിയ 2 ഒറ്റത്തവണ ബോണസുകൾ നൽകാൻ സെർക്കോ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ജീവനക്കാർ പണിമുടക്കാൻ തീരുമാനിച്ചത്. പ്രാദേശിക MPമാരായ അലക്സാണ്ടർ വിൽസ്റ്റോൺ എന്നിവരുടെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച പണിമുടക്ക് ഒഴിവാക്കിയിരുന്നു. തർക്കം പരിഹരിക്കേണ്ടത് സെർക്കോയാണെന്ന് യൂണിസന്റെ സൗത്ത് വെസ്റ്റ് റീജിയണൽ ഓർഗനൈസർ ടോം കെന്നഡി ഹ്യൂസ് അവകാശപ്പെട്ടു. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ക്യൂ മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.